ഹലോ, നമുക്ക് ഒരു ഇച്ചിരി മത്തി വാഴയിലയിൽ പൊള്ളിച്ചാലോ? എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ? ഇനി വേണ്ട സാധനങ്ങൾ കാണിക്കേ. ഇത് പച്ചക്കാന്താരി, കറിവേപ്പില, അതുപോലെ തന്നെ ചുവന്നുള്ളി, പുളിയില. ഇത് നിങ്ങളുടെ നാട്ടിൽ എന്നാ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് പനച്ചവൻ്റെ ഇലയെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. പിന്നെ കുരുമുളക് എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് കുരുമുളക് ഉണങ്ങിയത്, മത്തി, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ. ഇത്രയും സാധനങ്ങൾ ഞാൻ മിക്സിയിലൊന്ന് അടിച്ചിട്ട് വരാവേ. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ടേ. ആവശ്യത്തിന് ഉപ്പ്. എരിവ് ആവശ്യമുള്ള പോലെ ചേർക്കാം കേട്ടോ. എരിവ് ഓരോരുത്തരുടെ താല്പര്യമാണല്ലോ, എരിവ് കൂടുതൽ വേണം കുറവ് വേണം. ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണ്ടി, അതുകൊണ്ടാണ് അത്രയും കാന്താരിയും കുരുമുളകും എടുത്തേക്കുന്നത്. അപ്പോൾ ഇതേ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. മത്തി അങ്ങോട്ട് തിരുമ്മി പിടിപ്പിക്കണം. തിരുമ്മട്ടോ കേട്ടോ, തിരുമ്മിട്ട് കാണിക്കാം. അപ്പോൾ ദേ മത്തി അങ്ങനെ നമ്മുടെ മിക്സിനകത്ത് പുരട്ടി വെച്ചേക്കാം കേട്ടോ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ ഇരിക്കണേ. എന്നിട്ട് നമുക്കിതേ വാഴയില ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്, അതിനകത്താണ് പൊതിയാൻ പോകുന്നു കേട്ടോ. ഇത് വാഴനാര് വെച്ചു, നമ്മുടെ വാഴയിലയും വെച്ചു. കുറച്ചരപ്പ് ഇങ്ങനെ നിരത്തുക വാഴയിലക്കകത്ത്. മത്തി നിരത്തി അതിന് മണ്ടയിൽ കുറച്ച് ഗ്രേവിയും കൂടെ വയ്ക്കുക. ഇത് ചട്ടി വെച്ചു, ആവി കയറ്റാനുള്ള പാത്രം വെച്ചു. നമ്മുടെ മത്തിയും വെച്ചു. ഇത് ജസ്റ്റ് ഒന്ന് ഒരാവി കയറണം കേട്ടോ. ആവി കയറി മത്തി ഒന്ന് ജസ്റ്റ് ആവി കയറിയാലേ നമുക്ക് ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മത്തി അങ്ങനെ ആവി കയറിയത് ഇനി അടുത്ത് നമ്മൾ ഘട്ടം ഞാനൊരു ദോശക്കല്ല് വെച്ചിട്ടുണ്ട്. ദോശക്കല്ല് ഇത് ഇൻഡാലിയത്തിൻ്റെ ഒരു ദോശക്കല്ല. തീ കത്തിച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വെളിച്ചെണ്ണ ഇടും. ഇതിനകത്തേക്ക് നമ്മുടെ മത്തി ലോ ഫ്ലെയിമിലിട്ടു. ഈ മത്തിക്കകത്ത് ഇതിനകത്ത് കിടന്ന് വേണം ഇനി മത്തി വേകാൻ. ജസ്റ്റ് ഒരു ആവി കയറ്റിച്ചേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിനെ അടുത്ത പരിപാടി ഞാൻ കാണിക്കാം. അപ്പം ഇത് ഏകദേശം ഒരു സൈഡായിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ടു കേട്ടോ. ഇതിൻ്റെ ആവി ഇറങ്ങാൻ തുടങ്ങി. കണ്ടോ? മറിച്ചിട്ട് ഈ സൈഡ് കുറച്ച് കൂടുതൽ നേരം ഇരിക്കണം, കാരണം അതിൽ മടക്കുകൾ കൂടുതൽ. ഇത് നമുക്ക് ഒറ്റ സൈഡേ ഉള്ളൂ, പക്ഷെ അത് കുറച്ച് കൂടുതൽ സ്ഥലമുള്ളതല്ലേ, ഇലകളുടെ അളവ് കൂടുതലാണ്. അതുകൊണ്ട് ഇതായിട്ടുണ്ട്. പിന്നെ അത് ചേഞ്ച് ചെയ്യാം, അടുത്ത് വെക്കാം കേട്ടോ. തിരിച്ചും കൂടെ കാണിച്ചേക്കാം. നല്ല പോലെ ഇല ഉണങ്ങി. പാത്രത്തിലേക്ക് മാറ്റി അടുത്ത വെക്കാം. ഇതേ വെളിച്ചെണ്ണ ഒഴിച്ചു. എടുത്ത് വെച്ചു. ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ. ഇത് ആവി കയറ്റുന്നതിന് ഒരു ഇതേ ഉള്ളൂ, പെട്ടെന്ന് വേഗം. ഇതിങ്ങനെ ആവി കയറ്റുന്നതേ ജസ്റ്റ് ഒന്ന് വാടിയാൽ ഒത്തിരി നേരം നമ്മൾ എണ്ണയിലിട്ട് മുരിക്കേണ്ട ആവശ്യമില്ല. മത്തിയല്ലേ, പെട്ടെന്ന് വേഗം. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആവി കയറ്റുന്നത്. അപ്പോഴേ നമുക്ക് നമ്മുടെ മത്തി പൊള്ളിച്ചൊന്ന് തുറന്നാലോ. ഇത് കെട്ടഴിച്ചു.
ഇത് പൊള്ളിച്ച് ഞാൻ ഇല തുറന്നതുണ്ടോ, കളറുകളെല്ലാം വ്യത്യാസമാണ്. ഉണ്ടോ, മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് ചോറിനകത്തേക്ക് ഇതുണ്ട്, മീൻ വെന്തോ എന്നുള്ളത് ഉണ്ടാകും. മീനിൻ്റെ എല്ലാം നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ചോറിൻ്റെ കൊടുത്ത് വെച്ച് നമുക്ക് ചോറുണ്ടാക്കാം. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ചോറിൻ്റെ കൊടുത്ത് ചോറ് ഒറ്റയ്ക്ക് തന്നെ തിന്നാൻ കേട്ടോ ടേസ്റ്റ്.